ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന നമുക്ക് ഹെൽത്തി ആയിട്ടും അതുപോലെ ടേസ്റ്റി ആയിട്ടും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഇത് നിങ്ങൾക്ക് ഡിന്നറായിട്ടോ സ്നാക്കായിട്ടോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ടിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നിങ്ങൾ കിഴങ്ങ് എത്രത്തോളം എടുക്കുന്നു അതിനനുസരിച്ചിട്ട് വേണം സവാളയൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. ഞാനിവിടെ ഒരു 1/4 കിലോ മധുരക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള അളവുകളാണ് ഈ പറയുന്നതൊക്കെ. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് നിങ്ങൾക്ക് ചതച്ചിട്ടോ അല്ലെങ്കിൽ ചെറുതാക്കി അരിഞ്ഞതൊക്കെ ചേർത്ത് കൊടുക്കാം. എരിവൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ എരിവൊന്നും ഞാൻ പറയണില്ല കേട്ടോ. ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതുപോലെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഇത്രേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുരുമുളക് ചേർക്കണില്ല. നല്ല എരിവ് വേണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് മുളകൊക്കെ ചേർക്കാം. മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നിങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഞാനിവിടെ മധുരക്കിഴങ്ങ് ഇതുപോലെ ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഉള്ളിയുടെ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഇതിന് മധുരക്കിഴങ്ങ് എന്ന് പറയും, അതുപോലെ ചിലർ ഉണ്ടക്കിഴങ്ങ് എന്ന് പറയും. സ്വീറ്റ് പൊട്ടാറ്റോ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു തൊലി കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. തൊലിയോട് കൂടിയാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഉടച്ചിട്ട് ഈ ഒരു ഉള്ളിയുടെ മസാലയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ മാത്രം നമുക്ക് എക്സ്ട്രാ ചേർത്ത് കൊടുത്താൽ മതി. അതൊക്കെ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെയ്യാറുണ്ട്. അതിന് പകരമായിട്ടാണ് നമ്മൾ ഈ ഒരു മധുരക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് മുമ്പായിട്ട് കുറച്ച് മല്ലിയിലും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലും കൂടെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് നല്ലപോലെ ഈ ഒരു മസാല ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ഉടച്ച് ചേർക്കുമ്പോൾ അത്യാവശ്യം ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നേരത്തെ ഞാൻ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന പോലെ ആട്ടപ്പൊടി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് മൈദ എടുക്കാം, ഇല്ലെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം. അപ്പോൾ ഇതുപോലെ പ്രസ്സിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുത്താണ്. പലകമല വെച്ച് പരത്തിയാലും കുഴപ്പമൊന്നുമില്ല. പ്രസ്സിലാവുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതുപോലെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു കിഴങ്ങിൻ്റെ മസാല ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് പരത്തിയെടുക്കുക. കയ്യിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണാക്കിയതിന് ശേഷം നമുക്കിത് പരത്തിയെടുക്കാം. പരത്തിയതിന് ശേഷം വേറൊരു ചപ്പാത്തി പോലെ പരത്തിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും നമ്മൾ ആലു പറാത്തയൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ്. പക്ഷേ നമ്മൾ ആലു പറാത്ത ഉണ്ടാക്കുന്ന സമയത്ത് ബോളാക്കിയിട്ട് നമ്മൾ പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഈസിയാണ് കേട്ടോ. പൊട്ടിപ്പോകാതെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വേറൊരു ചപ്പാത്തി ഇതുപോലെ പരത്തിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് അതിൻ്റെ സൈഡൊക്കെ നല്ല പോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ റെഡിയാക്കുമ്പോൾ നമുക്ക് പ്രസ്സിലൊക്കെ വെച്ചിട്ട് ഇതുപോലെ പരത്തിയെടുക്കാവും കുറച്ചും കൂടെ എളുപ്പം കേട്ടോ. അപ്പോൾ നല്ല പോലെ ഒന്ന് പരത്തിയതിന് ശേഷം നമുക്കിത് ചൂടായിട്ടുള്ള തവയിൽ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ബട്ടറോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മൊരിയിച്ചെടുത്താൽ മതി. അപ്പോൾ നെയ്യിലൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഓരോന്നും ഇതുപോലെ ഒന്ന് 2 ഭാഗം ഒന്ന് മൊരിയിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കനം കുറച്ചിട്ടാണ് ചപ്പാത്തി പരത്തി എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടും. അപ്പോൾ ഇതിന് മുകളിൽ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ തേച്ചിട്ട് ചുട്ടെടുക്കുക. അപ്പോൾ ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് റെഡിയാക്കിയെടുക്കുക. നല്ല ടേസ്റ്റാണ് ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ ബാക്കിയെല്ലാം ഞാനിതുപോലെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.